നമ്മുടെ കേരളത്തിലെ പെൺകുട്ടികളോട് എൻ്റെ ചെറിയൊരു അഭിപ്രായമാണ്. നിങ്ങളൊരിക്കലും ആത്മഹത്യ ചെയ്യരുത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി തരണം ചെയ്തിട്ടാണ് നിങ്ങൾ വളർന്നു വരുന്നത്. ഈ സമൂഹത്തിൽ നിങ്ങളിൽ പോലെ ശക്തരർ ആരുമല്ല. അപ്പോൾ നിങ്ങളാണ് ഈ സമൂഹത്തെ പിടിച്ചു നിർത്തുന്നത്. പെൺകുട്ടികളായാലും സ്ത്രീകളായാലും അമ്മമാരായാലും നിങ്ങളാണ് ഈ കേരളത്തിൻ്റെ കരുത്ത്. അങ്ങനെയുള്ള നിങ്ങൾ ഒരു കാരണവശാലും ആത്മഹത്യ ചെയ്യരുത്, ആണായാലും പെണ്ണായാലും. പക്ഷേ നിങ്ങൾ കല്യാണം കഴിഞ്ഞു പോയി, നിങ്ങളുടെ ജീവിതത്തിൽ വേറൊരു തലത്തിലോട്ട് പോവുകയാണ്. നിങ്ങൾ ഇപ്പം നമ്മുടെ ലോകം വളർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് തുറന്ന് പറയാം, ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് തുറന്നു പറയാം. നിങ്ങളുടെ കാലമാണ്. നിയമങ്ങളും എല്ലാം നിങ്ങൾക്ക് അനുകൂലമായിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരി നിയമങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴെന്തിനാണ് നിങ്ങൾ ഈ ചെറിയൊരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ആത്മഹത്യ ചെയ്യുന്നത്? ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. അതാണായാലും പെണ്ണായാലും ഞാൻ പറയുകയാണ്. കാര്യം ഞാനിപ്പം കേൾക്കുന്നത് ഒത്തിരി പെൺകുട്ടികൾ കല്യാണ വീട്ടിൽ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച, 2 ദിവസം, 1 മാസം, 1.5 മാസം ഇതെന്തോന്ന് ആത്മഹത്യ ചെയ്യുന്നത്? എനിക്കറിയത്തില്ല. നിങ്ങളുടെ അച്ഛനമ്മമാർ നിങ്ങളെ നിർബന്ധിച്ച് ഒരു കല്യാണത്തിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാതെ എന്തിനും നിർബന്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ ചെയ്യരുത്. നിങ്ങളുടെ സന്തോഷം, മക്കളെ, നിങ്ങളുടെ സന്തോഷമാണ് വലുത്. അത് മനസ്സിലാക്കി കൊടുക്കുക. കാര്യം പഴയ എന്താ പറയുക, നമ്മുടെ കൊറോണയ്ക്ക് മുമ്പ്, കൊറോണയ്ക്ക് ശേഷവും ഒത്തിരി മാറ്റങ്ങൾ നടന്നിട്ടുണ്ട്. ജീവിതം മൊത്തത്തിൽ കീഴിന്മേൽ മറിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ പഴയ ജനറേഷൻ, ഞാനും അതിൽപ്പെടും, പക്ഷേ ഞാൻ വന്നെന്ന് പറയാം, നമുക്ക് മാറ്റങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു എന്തോ എനിക്കറിയത്തില്ല. ഞാൻ മാറ്റങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നവനാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് കാര്യം, ഞാനിത് പറയാൻ കാര്യം, അമ്മ പിള്ളയായിട്ട് വളർന്നവനാണ് ഞാൻ. അപ്പോൾ ഈ അമ്മയായിരുന്ന സമയത്ത് അവരനുഭവിക്കുന്ന കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല. കല്യാണം കഴിയുമ്പോഴാണ് ഒരു പുരുഷൻ, ഒരു സ്ത്രീ എന്തുമാത്രം ജീവിതത്തിൽ അനുഭവിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ്. കാര്യം, ഒരു സ്ത്രീ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ പീരീഡ് സമയത്ത് അവരനുഭവിക്കുന്ന അവസ്ഥ, മൂഡ് ചേഞ്ചിങ്, അവർക്കുണ്ടെന്ന മാനസിക സംഘർഷങ്ങൾ, ഇതൊക്കെ അറിഞ്ഞത് അതിന് ശേഷമാണ്. അതിനുശേഷം എനിക്ക് 2 പെൺകുഞ്ഞുങ്ങൾ പിറന്നു. സത്യം പറഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾ എൻ്റെ കയ്യിൽ അങ്ങനെ ഒരു ഭാഗ്യമുണ്ടായി. പ്രസവ ശുശ്രൂഷയായിട്ട് ചെയ്യാനും പിന്നെ അത് കഴിഞ്ഞിട്ട് അവരുടെ കൂടെ നിൽക്കാനുള്ള ഭാഗ്യം, അത് അങ്ങനെ പറയുമ്പം പ്രസവം കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അപ്പോൾ അവരിപ്പം മെച്യൂറായിരിക്കുകയാണ്. അപ്പോൾ അവർ അനുഭവിക്കുന്ന അവസ്ഥകൾ, ഇനി അവരെത്ര വർഷം വരെ ആ ഒരു വേദന അനുഭവിക്കണം, ആ പീരീഡ് സമയത്തുണ്ടാകുന്ന വേദന, അവരുടെ മൂഡ് ചേഞ്ചിങ് ഒക്കെ ഞാൻ ഒരച്ഛനായ, ഒരു മകനായിട്ട് വളർന്ന് പിന്നെ ഒരച്ഛനായി ഇനി മുത്തച്ഛനാകാൻ പോവുകയാണ് അല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ആ ഒരു ഇതിൽ നിന്ന് നമ്മൾ കാണുകയാണ്. പക്ഷെ ആണുങ്ങളാരും സ്ത്രീകളുടെ ഒരു ഭാവങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഇപ്പോഴുള്ള ജനറേഷൻ്റെ കാര്യം എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ ഒരു ജനറേഷൻ പറയണം, പെട്ടെന്ന് ആരും മനസ്സിലാക്കുന്നില്ല. മാസമുറ എന്നൊക്കെ പറയുമ്പം സ്ത്രീകൾക്ക് ഉണ്ടാകുന്നതല്ലേ എന്നുള്ളൊരു ചിന്താഗതിയാണ്. പക്ഷെ അതല്ല, അത് മാറണം. നമ്മളുടെ ചിന്താഗതി മാറണം. നമുക്കറിഞ്ഞൂടാത്ത കാലഘട്ടത്തുണ്ടായ സംഭവങ്ങളാണ് മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ സ്ത്രീകളിൽ നിന്ന് സ്ത്രീകളുടെ മനോഭാവം കൂടെ മനസ്സിലാക്കുമ്പോഴാണ് അവരുടെ വേദന മനസ്സിലാക്കുന്നത്. അവരെന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് അവർ മുന്നേറുന്നതെന്നുള്ള ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതെനിക്ക് മുമ്പ് പറയണം എന്നുണ്ട്. പക്ഷെ അത്
എനിക്ക് സംസാരശേഷി കുറവാണ്. എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര രീതിയിൽ സംസാരിക്കാൻ അറിയത്തില്ല. ഒന്നാമത് പേടിയാണ്, പറയുന്നത് തെറ്റാണോ ശരിയാണോ എന്നുള്ള ഒരു ഭയങ്കര ഒരു വേവലാതിയാണ്. പക്ഷേ ഇന്ന് ഞാനത് പറയണം എനിക്ക് തോന്നി, ധൈര്യം കിട്ടി, ഞാനത് പറയുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു പെൺകുട്ടി അവർ നമ്മുടെ സമൂഹത്തിൽ അനുഭവിക്കുന്ന ഒരു ഇതുണ്ട്. അത് നമ്മൾ കൂടെ നിന്നേ പറ്റത്തുള്ളൂ. ഒരാണ് അവരിൽ നമ്മൾ എന്താ പറയുക, അവരിൽ നമ്മൾ ആരോഗ്യം കാണിച്ച് എന്താ പറയുക, തലയിൽ കയറിയെന്ന് ഡാൻസ് കളിക്കാനുള്ള, ചിലപ്പോൾ അവർ ബലഹീനതയുള്ളതായിരിക്കും. അവർക്ക് നമ്മൾ ആണുങ്ങൾ സപ്പോർട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. കാര്യം അവരുടെ ജീവിതശൈലി നമ്മൾ പഠിക്കണം. കാര്യം ആ ഒരു പെൺകൊച്ചു വളർന്ന് വലുതായി വരുമ്പോൾ അവരെ 6 മാസമായ ഒരു കൊച്ചിനെയാണ് പീഡിപ്പിച്ചിരിക്കുന്നത്. 6 മാസമായ കൊച്ചു. ചിന്തിച്ചോക്ക്, പെഡോഫിൽ. അത് ഒരു വൈകല്യമാണ്. അങ്ങനെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലും ഭോഗിക്കുന്ന ഒരു രീതി എന്നുള്ള ജനിതക വൈകല്യമാണത്. മനസ്സിലായി? അവനൊന്നും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റത്തില്ല. അത് ജന്മന അങ്ങനെ ആയി പോകുന്നതാണ്. അങ്ങനെ അപ്പോൾ അത്രമാത്രം കഷ്ടപ്പെട്ട് വളരുകയാണ് ആ സ്ത്രീകൾ. നമ്മൾ എല്ലാം പറയും ഡ്രസ്സിൻ്റെ, ആ പെൺകൊച്ചിൻ്റെ ഡ്രസ്സിൻ്റെ ഇതുകൊണ്ടാണ്. 6 മാസമായ കൊച്ചിന് എന്തോന്നാണ് ഡ്രസ്സ്? അത് ജനിതക വൈകല്യമാണത്. ഒരു പെണ്ണിന് ആധിപത്യം സ്ഥാപിക്കുന്ന ഒരു പുരുഷൻ അത് നല്ലൊരാണല്ല. അവരുടെ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തുക, അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഞാൻ കണ്ട ഒരു കാഴ്ചപ്പാടാണ്. അപ്പോൾ ഞാൻ നമ്മൾ മനസ്സിലാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ അനുഭവിക്കുന്ന രീതി, അവർ ജീവിതത്തിൽ കഷ്ടപ്പെടുന്ന രീതി, മക്കളായപ്പം അവരനുഭവിക്കുന്നത് അങ്ങനെയാണ്. ഞാൻ പ്രസവം നേരിട്ട് കണ്ടപ്പം എനിക്ക് അവരിലുണ്ടായെന്നൊരു റെസ്പെക്റ്റ് ഉണ്ട്, അവരിലുണ്ടായൊരു കരുതൽ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ആ കിക്ക് വേറെയാണ്. മനസ്സിലായില്ലേ? അവർക്ക് വേണ്ടിയുള്ളൊരു സന്തോഷത്തിന് വേണ്ടി എന്തും ചെയ്യാൻ പറ്റും. ഒരിക്കലും നമ്മൾ സമൂഹത്തിനോട് ഇത് പറയണം, അവരെ കരുതണം, അവരെ ഒരിക്കലും നമ്മൾ കൈവിടരുത്. അവർക്ക് ഇപ്പം അച്ഛനായി പോയി കഴിഞ്ഞാൽ പോലും അവർക്ക് കൊടുക്കാനുള്ള ഫ്രീഡം ഉണ്ട്. ഒരു പെണ്ണെന്ന് പറയുമ്പം, ഒരു പെൺകുട്ടി എന്ന് പറയുമ്പം അവർ ആൺകുട്ടിയോട് സമത്തിന് നിൽക്കാനുള്ള അവരെ ഇതാക്കണം. കാര്യം അവരടിമയാക്കരുത് ഒരിക്കലും. അവരെ ഇൻഡിവിജ്വലാക്കുക, അവരെ കാലിൽ നിൽക്കത്തക്ക രീതിയിൽ നമ്മൾ അവരെ പ്രാപ്തരാക്കുക. അത് മാത്രമാണ്. നിങ്ങൾ സ്ത്രീധനം കൊടുത്ത്, നിങ്ങൾ കോടിക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് കിലോ കണക്കിന് വസ്തുക്കളും കൊടുത്ത്, കിലോ കണക്കിന് സ്വർണ്ണങ്ങളും കൊടുത്ത് കെട്ടിച്ച് വിട്ട് കഴിഞ്ഞാൽ ആ പെൺകുട്ടി സുരക്ഷിതയാണോ എന്ന് മാതാപിതാക്കൾ നോക്കിയേ പറ്റത്തുള്ളൂ. നിങ്ങൾ നോക്കണം. കാര്യം അവർ സുരക്ഷിതരല്ല. അവർക്ക് അനുയോജ്യമായവരെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കുക. അത് തെറ്റായ രീതിയിൽ പോകാതെ അവർക്ക് കറക്റ്റായിട്ടുള്ള വഴി പറഞ്ഞു കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമ്മളെ സമൂഹത്തിൽ നടക്കുന്ന വിവാഹ മോചനങ്ങൾ കുറയും. നമ്മൾ പൊരുത്തം നോക്കണം ഭയങ്കരമായിട്ട്, 10 8 പൊരുത്തം 9 പൊരുത്തം, അതാണോ നമ്മൾ നോക്കേണ്ടത്? അതല്ല നമ്മൾ നോക്കേണ്ടത്. അവരുടെ മനസ്സ് തമ്മിൽ ചേരുന്നുണ്ടോ, അവരുടെ സംസാര രീതി എങ്ങനെയാണ്. ഒരാളെ വിട്ട് ഒരു ദിവസം കല്യാണത്തിന് പോയി ചായ കൊടുത്ത് ആ ഒരു മിനിറ്റിലുണ്ടാകുന്നതാണോ? അല്ല. നമ്മുടെ നാട്ടിൽ സ്നേഹിച്ച് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പാപമാണ്, അത് മുന്നോട്ട് പോകത്തില്ല എന്നൊക്കെ പറയും. സത്യം, എൻ്റെ കൺമുമ്പിൽ നടന്ന 2 ലൈഫ് ഞാൻ കണ്ടിരിക്കുകയാണ്. എനിക്ക് സത്യം പറഞ്ഞ് ഞാൻ അവരെ കാര്യം ഓർക്കുകയാണ്. എൻ്റെ നാട്ടിലുണ്ട്. അത് സത്യം റിയൽ അവർ കാണിക്കുന്ന ജീവിതം അതൊരു മാതൃകയാണ്. പക്ഷെ അതാരും സമ്മതിക്കത്തില്ല. കാര്യം അവർ തിരഞ്ഞെടുത്ത ലൈഫാണ്. ആ തിരഞ്ഞെടുക്കുമ്പം അവരോട് സംസാരിച്ച് അവരുടെ കുറവുകളും ഇവരുടെ കുറവുകളും താരതമ്യം ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അതൊരു ലൈഫ് വേറെയാണ്. നമ്മൾ സംസാരിച്ച് അത് കണ്ടെടുത്ത് തിരഞ്ഞെടുത്ത് ഇവൻ കൊള്ളാമോ, എങ്ങനെയാണ്, അതിൽ നമ്മൾ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കരുത്. കറുപ്പോ വെളുപ്പോ ഒന്നും നോക്കരുത്. ചിലപ്പോൾ നമുക്ക് യോജിച്ചവനായിരിക്കത്തില്ല, ചിലപ്പോൾ നമുക്ക് യോജിച്ചവനായിരിക്കും. സ്ത്രീധനം കുറച്ച്
അവർക്ക് ആവശ്യമുള്ളവരെ തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മൾ പ്രാപ്തരാക്കുക. അവരെ സ്ത്രീകളെ ഇൻഡിവിജ്വലാക്കുക. അവരുടെ കാര്യങ്ങൾ എന്താ പറയുക, നല്ല ജോബ് നേടാനുള്ള അല്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസം നേടാനുള്ള ഒരു ഇത് നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുക. അവർ തിരഞ്ഞെടുക്കും അവരുടെ പാർട്ട്ണറെ, അവരുടെ പങ്കാളിയെ അവർ തിരഞ്ഞെടുക്കും. അതിനുള്ള സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കുക, അതിനുവേണ്ടി പ്രാപ്തരാക്കുക. മക്കളെ ഇതങ്ങനെയാണ്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ മക്കൾ നമ്മളെ മരണാവസാനം വരെ നമ്മളെ കൂടെ കാണും സന്തോഷത്തോടെ. അവരുടെ സന്തോഷമാണ് നമുക്കുള്ള വലുതില്ലേ. നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് മക്കൾ സന്തോഷമായിട്ടിരിക്കുക. പെൺമക്കൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുന്നത് നമ്മുടെ അപ്പനമ്മമാരുടെ വീടുകളിലാണ്. പക്ഷേ അവിടെ പോലും നമ്മൾ സ്വാതന്ത്ര്യം കൊടുക്കത്തില്ല. കാര്യം അവരെ ടൂറിന് വിടുകയോ അവരെ ഏതെങ്കിലും സിനിമ കാണാൻ വിടുകയോ എവിടെയെങ്കിലും സ്ഥലങ്ങൾ കൊണ്ട് കാണിക്കുകയോ ടൂറിന് വിടുകയോ ഒന്നും നമ്മൾ ചെയ്യത്തില്ല. അവർ പറയാണ്, കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഭർത്താവ് നിന്നെ കൊണ്ടുപോകും. ഭർത്താവിൻ്റെ അവിടെ പോകുമ്പോഴും അവർ അടിമയാണ്. അവർ മകളായിട്ട് ജനിച്ച് ഒരു 15-18 വയസ്സാകുമ്പോൾ അവൾ മറ്റൊരു വീട്ടിൽ പോകാൻ വേണ്ടി അവരെ പ്രാപ്തരാക്കുകയാണ്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? യഥാർത്ഥം പറഞ്ഞാൽ അവർ ചെറുതിലേ ഒരു മാതൃത്വമുള്ളവരാണ്. ഒരു ആൺകുട്ടിയുടെ കയ്യിലും ഒരു പെൺകുട്ടിയുടെ കയ്യിലും ഒരു പാവ കൊടുത്തു കഴിഞ്ഞാൽ ആ പെൺകുട്ടി ആ പാവയെ അമ്മ എന്നുള്ള രീതിയിൽ ആ പാവയെ പരിപാലിക്കും. പക്ഷെ ആൺകുട്ടിയാണെങ്കിൽ എന്തു ചെയ്യും? നിങ്ങൾ ചിന്തിക്കുക. അതുകൊണ്ട് മാതൃത്വം ചെറുതിലേ ഉള്ളവരാണ്, ജന്മനാ അവർക്കുള്ളതാണത്. അങ്ങനെയുള്ളവരെ നമ്മൾ കരുതേണ്ട ഒരു കരുതലുണ്ട്. നമ്മൾ കരുതുക, നമ്മുടെ പെൺമക്കളെ കൊലയ്ക്ക് കൊടുക്കാതിരിക്കുക. കൊടുക്കുക. ശ്രീധൻ ഞാൻ ഒരിക്കലും അവരുടെ ഡിപ്പോസിറ്റ് മണിയായിട്ട് കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. നിങ്ങൾ കൊടുക്കുക, സന്തോഷത്തോടെ കൊടുക്കുക. നമ്മുടെ മക്കളാണ്, അവർ സന്തോഷമായിട്ടിരിക്കാനാണ് നമ്മൾ നോക്കുക. പക്ഷെ മരണത്തിലേക്ക് നമ്മൾ തള്ളി വിടരുത്. ഒരു പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെവി കൊടുക്കുക. നമ്മളെ വീട്ടിൽ ഫുഡ് ഉണ്ട്, നമ്മൾ ഒരു നേരം ഫുഡ് കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. അവർ പ്രാപ്തരാകും. അവർക്കൊരു വീഴ്ച വരുമ്പോൾ നമ്മൾ കൈ കൊടുക്കുക. ഇതെൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ. എൻ്റെ ജീവിത അനുഭവം കൊണ്ട് ഞാൻ പറയുന്നതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മൾ കണ്ട കാഴ്ചകളും ഞാൻ ഇങ്ങനെ അല്ലായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കാഴ്ചപ്പാട് വേറെയായിരുന്നു. പക്ഷേ എൻ്റെ കാഴ്ചപ്പാട് മാറി മൊത്തത്തിൽ. കല്യാണം കഴിഞ്ഞ് 2 മക്കളുണ്ടായപ്പോൾ ഉള്ള ഒരു കാഴ്ചപ്പാടാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അവരനുഭവിക്കുന്ന രീതി, അവർ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഓരോ മൂഡ് ചേഞ്ചിങ്ങും വേദനയും ഒക്കെ കണ്ട് മുന്നോട്ട് പോകുന്നവർ, അവർക്ക് വേണ്ടി അവരെ സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടി അതൊരു കിക്ക് വേറാണ്. ഞാൻ എന്ത് ചെയ്താലും എനിക്കത് തൃപ്തിയാവുന്നുള്ള ഒരു കിക്കാണത്. ഞാൻ ഹാപ്പിയാണ്, ഞാൻ ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. അത് ചെയ്യുമ്പോൾ ഒരു ഹാപ്പി വേറെയാണ്. അപ്പോൾ നമ്മുടെ മക്കൾ എന്തെങ്കിലും പ്രോബ്ലമായിട്ട് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ, ചേട്ടനാണെങ്കിലും അവരെ ചെവി കൊടുക്കുക. അവർ ചിലപ്പം ഇഷ്ടമല്ല എന്ന് പറയും. ഓക്കെ, വേണ്ട, ഇഷ്ടമില്ലാത്തതിന് എന്തിനു നിർബന്ധിക്കണം? അവർക്ക് താല്പര്യമുള്ളവർ കാണും. ചില സ്നേഹങ്ങൾ, ഈ കാര്യം നമ്മുടെ സമൂഹത്തിൽ ചതികളുണ്ട്, അത് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അവരൊരു 13-14 വയസ്സ് അവരുടെ ഹോർമോൺ ചേഞ്ചിങ് ഉണ്ട്. ആണായാലും പെണ്ണായാലും ഹോർമോൺ ചേഞ്ചിങ് അതായത് ആണ് പെണ്ണിനോടും പെണ്ണാണിനോടും ഉണ്ടാകുന്നൊരു അട്രാക്ഷൻ ഫീലിംഗ് ഉണ്ട്. അത് ഹോർമോൺ ചെയ്യും. അവരുടെ തെറ്റല്ല അത് ആ പ്രായത്തിലുണ്ടാകുന്ന ഒരു തെറ്റാണ്. അത് തെറ്റെന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം ഒരു 13 വയസ്സായ ഒരു പെണ്ണ് ഒരു ആൺകുട്ടിയെ കണ്ടിട്ട് ഒരു ഇഷ്ടമല്ല, ഒരു അട്രാക്ഷൻ ആയില്ല എങ്കിൽ അതൊരു ജീൻ പ്രോബ്ലമാണ്. മനസ്സിലായില്ലേ? അത് ആവണം. അതാണ് ആ ഒരു രീതി. അത് നമ്മൾ തെറ്റാക്കേണ്ടതില്ല. അത് അവർക്ക് പറഞ്ഞു കൊടുക്കാം. മക്കളെ ഇങ്ങനെയല്ല, അത് കുറേ കൂടെ നിങ്ങൾ അതിന് ഒരു ഇതുണ്ട്, അത് നമ്മൾ പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ ഈ സമയത്തുണ്ടാകുമ്പോൾ നമുക്ക് ചതിക്കുഴികൾ നിറയുണ്ട്, അത് പറഞ്ഞു കൊടുക്കുക. മനസ്സിലായില്ലേ? നമ്മുടെ മക്കൾ തെറ്റാതിരിക്കാനും വഴിതെറ്റാതിരിക്കാനും മയക്കുമരുന്നിനും ഒന്നും അടിമപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഒരു കണ്ണ് അവിടെ വയ്ക്കുക. അവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുക. നമ്മൾ നല്ലതായിരിക്കത്തില്ല അവരെ നല്ലത്, അവരെ കൂടെ നമ്മൾ നിന്ന് കൊടുക്കുക. നമ്മളെ പേടിയുള്ളത് കൊണ്ടാണ് അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ കാര്യങ്ങൾ നമ്മളോട് വന്ന് പറയാതിരിക്കുന്നത്. നമ്മൾ അവിടെ കൂടെ നിന്ന് അവരുടെ കാര്യങ്ങൾ കേട്ട് മുന്നോട്ട് പോകുമ്പോൾ അവരെല്ലാ കാര്യവും നമ്മളടുത്ത് പറയും, തുറന്നു പറയും. എൻ്റെ മക്കൾ പറയുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. എല്ലാം ചോദിക്കും,
എന്താണ്. പക്ഷെ നമ്മുടെ കാഴ്ചപ്പാടല്ല അവരുടെ കാഴ്ചപ്പാട്. പുറമേ നിൽക്കുന്ന കാഴ്ചപ്പാടായിരിക്കത്തില്ല അവരുടെയും കാഴ്ചപ്പാട്. പുറമേ നോക്കുന്നവർക്ക് അത് തെറ്റ്. കാര്യം നമ്മൾ വേറെ ഒരു മെൻറ്റാലിറ്റിയോടെ നമ്മൾ നോക്കുന്നതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. അവർ പറയുന്ന ഓരോരോ കാര്യങ്ങൾ കേൾക്കണം. അത് രസമാണ്. അത് ആസ്വദിക്കാനുള്ളതാണ്. ജീവിതം ഒന്നേ ഉള്ളൂ. സന്തോഷവും സമാധാനമൊക്കെ ആയിട്ട് അടിച്ചു പൊളിക്കാനുള്ള ജീവിതമാണ്. നമുക്കറിയത്തില്ല എന്നാണ് നമ്മൾ മരിക്കുന്നതെന്ന്. മരണം ഉണ്ടാവും. ജനനം ഉണ്ടെങ്കിൽ ഒരു മരണം ഉണ്ടാവും, ഇല്ലേ? ആ മരണം നമ്മൾ മുൻകൂട്ടി കാണേണ്ട ആവശ്യമില്ല. അങ്ങ് മരിക്കട്ടെ, അത്രയേ ഉള്ളൂ. പക്ഷേ ആ മരിക്കുന്ന ദിവസം, തലേ ദിവസം വരെ, അല്ലെ ആ മണിക്കൂറുകൾ, മിനിറ്റുകൾക്ക് മുമ്പ് നമുക്ക് സന്തോഷിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ വഴിയെ പോകുന്നു, വണ്ടി വന്നിടിക്കുന്നത് നമ്മുടെ തെറ്റുകൊണ്ടല്ല, എതിർവശത്ത് വരുന്ന വണ്ടിയുടെ തെറ്റുകൊണ്ടാവാം, ഇല്ലേ? നമ്മൾ പോകുമ്പം എന്തെങ്കിലും ബോംബ് പൊട്ടിയോ ഒക്കെ മരിക്കും, ഇല്ലേ? മനുഷ്യനെ കൊല്ലുന്ന കാലമാണ്. നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കുക, തെറ്റിലേക്ക് പോകാതെ വഴി തെറ്റാതിരിക്കാൻ വേണ്ടി. കോഴിക്കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നത് പോലെ ഒരു കാലത്ത് നമ്മൾ അവരെ തട്ടി മാറ്റണം. കോഴിക്കുഞ്ഞുങ്ങളെ തട്ടി മാറ്റും പോലെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ സെപ്പറേറ്റ് ആക്കുക. അതാണ് അതിൻ്റെ രീതി. കാര്യം നമ്മൾ അച്ഛനും അമ്മയും ഉള്ള ഒരു വീട്ടിൽ ഒരു കല്യാണം കഴിഞ്ഞ് കൊണ്ടുവരുന്ന അവർക്ക് സെപ്പറേറ്റ് ആക്കണം. എൻ്റെ ഒരു അനുഭവമാണ് കേട്ടോ. അങ്ങനെ ആക്കുമ്പോൾ അവർക്ക് ആവശ്യമായ, അതാണ് സത്യം പറഞ്ഞ് ഞാൻ പറഞ്ഞത്, ജീവിതത്തിന് മുമ്പ് അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് ജീവിതത്തിൽ അടുക്കും ചിട്ടയൊക്കെ ഉണ്ടാവും. ഇതിപ്പോൾ അച്ഛൻ്റെ വീട്ടിൽ നിൽക്കുകയാണ്, കല്യാണം കഴിഞ്ഞ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാനില്ലെങ്കിൽ അച്ഛനമ്മ അവർ നോക്കും എന്നുള്ള ചിന്താഗതി, അത് നല്ലതല്ല, അവരുടെ ജീവിതത്തിൽ ബാധിക്കും. അതുമാത്രമല്ല, നമ്മൾ അവരുടെ ജീവിതത്തിലേക്ക് കയറി ചെന്ന് മക്കളെ അതങ്ങനെ പറയാൻ പാടുണ്ടോ, ചിലപ്പോൾ എന്തെങ്കിലും അങ്ങനെ ചെറിയ തെറ്റും സംശയം അതിൻ്റെ ഇടയിൽ നമ്മൾ മൂന്നാമതൊരായിട്ട് പോകുമ്പം ജീവിതത്തിൽ പ്രോബ്ലങ്ങളുണ്ടാവും. അത് നമ്മൾ ഇട കൊടുക്കാതെ അവരെ കല്യാണം കഴിഞ്ഞ് അവരെ സെപ്പറേറ്റ് ആക്കി ഒക്കെയുള്ള സജ്ജീകരണങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇത്രയും വലിയ ഒരു വിവാഹമോചനവും ഒക്കെ നമുക്ക് കുറച്ച് നല്ല മരണവും ആത്മഹത്യകളും ഒക്കെ നമുക്ക് മാറ്റാൻ പറ്റും. അതുകൊണ്ട് ആലോചിക്കുക, ചിന്തിക്കുക. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. മയക്കുമരുന്ന് അതും നമ്മുടെ ജീവിതം ഇല്ലാതാക്കും. എല്ലാവർക്കും നല്ല നേരുന്നു. കേൾക്കുക, കേട്ടുകൊണ്ടേയിരിക്കുക.